ദേശീയപാതയിൽ കോഹിനൂർ ലോറി താവളത്തിന് സമീപം വീണ്ടും കാർ അപകടം. കോഴിക്കോട് ഭാഗത്തുനിന്ന് ചേളാരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ വശത്തിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം. കാറിലുണ്ടായിരുന്നവർ കൂട്ടുമൂച്ചി സ്വദേശികളാണെന്നാണ് പ്രാഥമിക വിവരം. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നിമാറിയാണ് ലോറിയിൽ ഇടിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച നിയന്ത്രണം വിട്ട കാർ സമാനമായ അപകടത്തിൽപ്പെട്ടിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് ജീവൻ പൊലിഞ്ഞു. അന്നും റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും അപകട സാധ്യതയും സംബന്ധിച്ച നിരവധി പരാതികളും പ്രതികരണങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനകളിൽ റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയേക്കാൾ വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടത്തിന് പ്രധാന കാരണമെന്ന നിലപാട് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. റോഡിന്റെ ചരിവും വളവും ആശങ്കയാകുന്നു. വലതുവശത്തേക്ക് വളവ് വരുന്ന ഭാഗത്ത് റോഡിന്റെ ചരിവും അതേ ദിശയിലായിരിക്കേണ്ടതാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. എന്നാൽ ഇവിടെ റോഡിന് ഇടതുവശത്തേക്കുള്ള ചെരിവാണ് അനുഭവപ്പെടുന്നതെന്നും ഇതുമൂലം വാഹനങ്ങൾ ഇടതുവശത്തേക്ക് തെന്നിമാറാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. കൂടാതെ വിശ്രമത്തിനു വേണ്ടി നിർത്താനെത്തുന്ന വലിയ വാഹനങ്ങൾ പലപ്പോഴും ലോറി ഹൈവേക്ക് സമീപം തന്നെ നിർത്തിയിടുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരേ സ്ഥലത്ത് ആവർത്തിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡിന്റെ വളവ്, ചെരിവ്, ലോറി പാർക്കിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ശാസ്ത്രീയമായി പരിശോധിച്ച് ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ.